ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മായം ചേർക്കാത്ത നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. മുട്ടക്കറി തയ്യാറാക്കാനായി 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്ത മുട്ടയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടായ പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ട ഒരു സെക്കൻഡ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് കോരിയെടുത്ത് അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് 6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മിക്സി ജാറിലേക്ക് 2 സവാള ഇട്ട് അരച്ച് ഇനി ആ അരച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഇളക്കി ഉള്ളിൻ്റെ വെള്ളം ആറി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നവരെ ഉള്ളി വഴറ്റിയെടുക്കണം. 2 തക്കാളി മിക്സി ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇതുപോലെ സവാള മൂത്ത് വരണം. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. മുളക് പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കുറച്ചെടുക്കുക. പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ച് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. മസാലയെല്ലാം ഒന്ന് വേവണം. ഇതിലേക്ക് ഉപ്പും ചേർക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇനി ഒന്ന് അടച്ച് വെച്ച് മസാലയെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. നല്ലപോലെ മസാലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയിട്ട് കൊടുത്ത് നമുക്ക് ചാറ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കറി കുറുക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ പാകത്തിലാണ് ഞാൻ എടുക്കുന്നത് കറി. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കറി കാണാൻ മാത്രമല്ല നല്ല രുചിയാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശേൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.